ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അരുണേട്ടനുണ്ട് എൻ്റെ കൂടെ. എൻ്റെ ഗംഗ ചേച്ചി ഉണ്ട്, പക്ഷെ കാണിക്കില്ല. നിങ്ങളൊക്കെ ഗംഗേ എന്നങ്ങ് നീട്ടി അങ്ങ് വിളിച്ചാൽ മതി. അപ്പോൾ ഹെയറിൽ ഞാൻ കയറിയാൽ മതി, ഞാൻ കാരണം വേറെ ആരും കയറണ്ട. അപ്പം ഞാൻ ഗംഗ ചേച്ചിയുടെ വീട്ടിലെത്തി, കുളിച്ച് ഫ്രഷായി കോസ്റ്റ്യൂമൊക്കെ മാറി പത്മനാഭ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് എന്താ ചേച്ചി ലക്ഷദ്വീപ് ഇന്ന് മാറ്റി വെച്ചോ? 14-ാം തീയതി. ഷടാ, പ്രധാനപ്പെട്ട ഒരു ദിവസം നടക്കുവാണെന്നും. ആണോ? എന്നുവെച്ചാൽ ഇനി ഒരു 14 ദിവസം വരെ അവിടെ ഭയങ്കര പ്രധാനമായ സിനിമ താരങ്ങൾ എല്ലാരും കൂടെ വന്ന് അവിടെ പ്രോഗ്രാമുകളെല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതെയോ? അവിടെ ദീപങ്ങൾ എപ്പോഴും ഉണ്ട്, പക്ഷെ ലക്ഷദ്വീപം കത്തിക്കുന്ന 14-ാം തീയതിക്ക് ആക്കി. ലക്ഷദ്വീപം കത്തിക്കുന്ന 14 ഇന്നായിരുന്നു പോലും, അത് 14-ാം തീയതിയൊക്കെ മാറ്റിയോലെ. അപ്പൊ കമന്റ് ഇടും ഞാൻ വരുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞ്. അങ്ങനെ കമന്റ് ഇടുന്ന പോലെ അടട്ടോളി കേട്ടോ, നോ പ്രോബ്ലം. അപ്പൊ അങ്ങനെയാണ്. അപ്പം എന്നിട്ട് പത്മനാഭൻ കാണാൻ പോവുകയാണ്. പത്മനാഭൻ ഫോട്ടോ സമർപ്പിക്കാൻ പോവുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണം എന്ന് എനിക്കറിയില്ല. ഇവിടെ എത്തിയിട്ട് ഹെൽപ്പിന് ആര് എന്ന് ചോദിക്കാൻ പോലും അങ്ങനെ ഒരു അവസരം പോലും എനിക്ക് തന്നിട്ടില്ല. പിന്നെ ഷടപടേ എന്ന് പറഞ്ഞ് കല്യാണം ഉണ്ടായിരുന്നു. എല്ലാം കൂടി ഇങ്ങ് പോന്നു. ടാട്ടൻ ഭയങ്കര ഇഷ്ടമല്ല എന്നിട്ടാന്ന് കമന്റ് ഇടിട്ടോ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഇനി ബാക്കിയൊക്കെ അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ പറയാട്ടോ. ഓക്കെ, ബൈ. പ്രതീക്ഷ പുള്ളിക്കാരനെ കണ്ടിട്ട് പോയാൽ മതി എന്ന് പുള്ളിക്കാരനെ. അതുകൊണ്ടാണ് നമ്മളെ ചുറ്റിച്ച് കൊണ്ടുവന്ന്. എന്നുവെച്ചാൽ ഗണപതി എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട. എനിക്ക് കയറാൻ പറ്റൂലല്ലോ, പിന്നെ ഞാൻ ഇറങ്ങിയിട്ട് കാര്യമില്ല. ഏതായാലും ഇങ്ങനെയെങ്കിലും കാണാൻ പറ്റിയല്ലോ. എന്നെ ഗണപതിയെ കാണാൻ പറ്റും. എന്നെ ഗണപതി ഞങ്ങളുടെ കൂടെ ഉണ്ട്. ആ ബോർഡ് കവർ ചെയ്തോ? അല്ലാതെ പയങ്ങാടി ശ്രീ അത് കവർ ചെയ്തോ? ശ്രീ മഹാഗണപതി പഴവങ്ങാടി ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. ഞങ്ങളെ ചുറ്റിച്ചിട്ട് കൊണ്ടുവരും കേട്ടോ. പുള്ളിക്കാരനെ കണ്ടിട്ട് പോയാൽ മതി എന്നാണ്. കാണിച്ചു തരൂല എന്ന് പറഞ്ഞ ആളാ ആദ്യം തന്നെ കാണിച്ചു തരാം. കാണിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത്. ഇവിടെ ഒരാളുണ്ട് കേട്ടോ, ഒരു ഹായ് പറഞ്ഞ്. അപ്പോ ഞങ്ങളെ പോയി അമ്പലത്തിന്റെ അടുത്തെത്തി. അപ്പേ ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഗണപതി ക്ഷേത്രം ഇവിടെയാണ് എന്നുള്ളത്. അപ്പോൾ ഞങ്ങളൊന്ന് ചുറ്റിച്ച് ഗണപതിനെ രണ്ടാമത് ഒന്ന് കണ്ട് ഗണപതി ക്ഷേത്രത്തിന്റെ അടുത്ത് കൂടെ പോയിപ്പിച്ചിട്ടാണ് ഇപ്പം അമ്പലത്തിലേക്ക് പോകുന്നത്. ഞങ്ങള് ഫസ്റ്റ് കവാടത്തിൽ കൂടെ തന്നെ കയറണം എന്നൊരാഗ്രഹം. അതുകൊണ്ട് മെയിൻ കവാടം, ഫസ്റ്റ് കവാടല്ല മെയിൻ കവാടം. അറിയില്ല കേട്ടോ. ഇനി അതിന്റെ പുറത്ത് ആരും എന്നെ എയറിൽ കയറ്റാൻ നിൽക്കല്ലേ, എനിക്ക് അറിയാഞ്ഞിട്ടാണ്. ഒക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. എല്ലാവരും പറയുന്നത് പോണം അറിയാത്ത കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് പഠിച്ചു വരിക, അത്ര തന്നെ. അങ്ങനെ ഫോട്ടോയുമായിട്ട് പത്മനാഭൻ്റെ മുമ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. അമ്പലത്തിലേക്ക് നടന്നു പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ കണ്ണനെ കാണിച്ചിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഞാൻ കണ്ടിട്ടില്ലെങ്കിലും എന്നെ കാണുമെന്നുള്ളൊരു വിശ്വാസത്തിലാട്ടോ ഞാൻ ആ നടയിലേക്ക് പോകുന്നത്. ഭയങ്കര തിരക്കായിരുന്നു. അവിടെ എന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര തിരക്ക് എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു. അതേപോലെ സ്വാമിമാരും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ക്രൗഡിൻ്റെ ഇടയിലേക്കാട്ടോ ഈ പോകുന്നത്. അവിടെ ഗാനമേള നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടുണ്ട്. അപ്പോൾ ആ പാട്ട് എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും എന്നുള്ളത് കൊണ്ട് ഞാൻ എന്താക്കി, ആ പാട്ട് കൊടുത്തില്ല. അപ്പോൾ എനിക്കൊരു റീലെടുക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് ജസ്റ്റ് ഒന്ന് നടന്നു വരുന്ന ഒരു വീഡിയോ എടുക്കുകയാണ്. എല്ലാവരും എന്നെയും നോക്കുന്നു, കണ്ണനെയും നോക്കുന്നു. മിക്കതും അവിടെ ഞാൻ കണ്ടത് പുറത്തുള്ള ആൾക്കാരെ കേട്ടോ.
എന്നോട് സംസാരിച്ചത് വരെ തെലുങ്കും കന്നഡയിലൊക്കെ ആൾക്കാരൊക്കെയാണ്. അതെനിക്ക് തന്നെ ഭയങ്കര സന്തോഷം. അപ്പോൾ പത്മനാഭൻ കാണേ പത്മനാഭസ്വാമി ക്ഷേത്രം കാണേ എനിക്ക് ഇങ്ങനൊരു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പം അങ്ങനെ എടുത്തു തരുന്നതാട്ടോ. കണ്ണനെയും എന്നെയും കൂടിയും വെച്ചിട്ട് എങ്ങനെയുണ്ട്? സൂപ്പറായില്ലേ? ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഫോട്ടോ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. ഉള്ളത് അത് എനിക്ക് ഇവിടെ വരെ വരാൻ പറ്റുള്ളൂ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് ഉള്ളില് അരുണ് പോയി കൊണ്ട കൊടുക്കുകയാണ്. അപ്പൊ ഒരുപാട് സന്തോഷം. എനിക്ക് ഈ നടയിലൊന്ന് വരാൻ പറ്റിയതിലും പത്മനാഭനെ കാണാൻ പറ്റിയതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എനിക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അതിനും പറ്റുന്നുണ്ടല്ല, അതിനും ഭയങ്കര സന്തോഷം. അപ്പോൾ അവന് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാനൊരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചിട്ടാണ്. ആ ഒരു ആഗ്രഹം അവൻ സാധിച്ചു തരുമെന്ന് വിചാരിക്കുന്നുണ്ട്. വാക്കുകളുടെ എന്താണെന്നറിയില്ല. ഭയങ്കര സന്തോഷമാണോ സങ്കടമാണോ വരുന്നതെന്നൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ വരണം, കണ്ണനെ സമർപ്പിക്കണമെന്ന് ഒരുപാട് വിചാരിച്ചതാണ് ഞാൻ. അത് 13 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് എനിക്ക് വര തുടങ്ങിയിട്ട് എനിക്കിപ്പോഴാണ് ഈ ഒരു ആഗ്രഹം സാധിക്കാൻ പറ്റിയത്. അതുകൊണ്ട് ഞാൻ തെറ്റുകാരിയല്ല കുറ്റക്കാരിയല്ല എന്നുള്ളത് പത്മനാഭസ്വാമിക്ക് അറിയാല്ല. അത് മതി. ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് പ്രവേശനമില്ലാലോ. ഇനിയും കാലത്ത് പ്രവേശനം പരിഹരിക്കല്ലേ. അപ്പൊ ഞാനിത് അരുണിന്റെ കൈ കൊടുത്തയക്കാട്ടോ. അതെ, ഞങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് ഉള്ളത്. ഇവിടെ വെച്ചിട്ട് ഒരു ഭയങ്കര അത്ഭുതത്തിന്റെ ദൃക്സാക്ഷിയാണ് ഇത്. വേറൊരാളൂടെ ഉണ്ടായി. ആള് അങ്ങോട്ടോ പോയി. അവിടെ പോയി അമ്മ എങ്കേ അന്ത പക്കം. അതെ, ചേച്ചി പത്മനാഭനെ തൊഴുത് തിരിച്ച് വന്നു കേട്ടോ. വന്ന് എനിക്ക് കൈൻ്റെ അടിയിൽ കുറച്ച് പ്രസാദം കൊണ്ട് തന്നു. ഞാനിങ്ങനെ കയ്യിൽ തൊട്ടിട്ട് ഇങ്ങനെ നെറ്റിട്ട് വെച്ചപ്പോഴേക്കും ഇവിടെ ഒന്നായിട്ട് ലൈറ്റ് ഓണായി. അത് ഇരുട്ടിലിരുന്നിട്ട് ഭയങ്കര ഒരു പ്രകാശം. അത് പത്മനാഭൻ അത് പ്രസാദം തന്നത് തന്നെയാണ്. എന്താണോ ആഗ്രഹിച്ചത് അത് ഞാൻ നിനക്ക് സാധിച്ചു തരും. നീ ഇരുട്ടത്തിരിക്കണ്ട, നീ വെട്ടത്ത് തന്നെ ഇരുന്നോളൂ എന്ന് ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെയാണ്. അത് ഒരു മാറ്റം ഉണ്ടാവില്ല. അത് കറക്റ്റാണ്. അത് ഭഗവാൻ പറഞ്ഞതാ, പറയാതെ പറഞ്ഞു എന്ന് പറയില്ലേ, അത് തന്നെയാണ്. അത് തൊട്ടതും പെട്ടെന്ന് ഇവിടെ ഭയങ്കര ഒരു വെട്ടമയം വന്നു. ഭഗവാൻ വന്ന് സന്തോഷിച്ചു. അത് തന്നെ പറയാനുള്ളത്. അടുത്ത ഒരു ദൃക്സാക്ഷി കൂടി ഉണ്ട്. ఆ లైట్ వన్న కదా చల్లి కొడుకు బొట్టు పెట్టంగానే నాకు అంటే మీరు హిందువులో పెట్టుకుంటారు కదా బొట్టు, ముస్లిమ్స్ పెట్టుకోరు కదా. నేను షాక్ అయ్యా అనమాట. ఆ షాక్కి ఈ లైట్లు కూడా వెలిగినాయి. അവർ പറയുന്നത് മുസ്ലിംസ് പൊട്ട് വെക്കുന്നത് കണ്ടിട്ടില്ലല്ലോ, ആ ഷോക്കായി നിൽക്കുന്ന കൂട്ടത്തിലേക്ക് ഈ ലൈറ്റും കൂടി വന്നെന്നാ അവര് പറയുന്നത്. ഡബിൾ ഷോക്കായി പോയി. ഇതാണൊരു ദൃക്സാക്ഷി. എന്റെ മോളും ഉണ്ട്. ഭയങ്കര അത്ഭുതമായി പോയി. പ്രകാശമുണ്ട് എന്ന് പത്മനാഭൻ കാണിച്ചു തന്നു. എന്റെ പ്രാർത്ഥന സ്വീകരിച്ചു, എന്റെ കണ്ണനെ സ്വീകരിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. ഭയങ്കര സന്തോഷമായി. താങ്ക് യു കണ്ണ, താങ്ക് യു സോ മച്ച് കണ്ണ. പത്മനാഭസ്വാമിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു റീലെടുക്കാതെ പോയാൽ അതൊരു വിഷമം തന്നെയല്ലേ. അതുകൊണ്ടൊരു റീലൊക്കെ എടുത്തു കേട്ടോ ഞാൻ അവിടുന്ന്. അത് ഭയങ്കര ഒരു സന്തോഷം. നമുക്കൊരു ഓർമ്മയല്ലേ അതൊക്കെ. പക്ഷെ അതൊന്നും മറ്റുള്ളവർ അങ്ങനെയല്ല കണക്കാക്കുന്നത്, പ്രഹസനമായിട്ടാണ് കണക്കാക്കുന്നത്. അതൊന്നും അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഞാനൊരാൾ മാത്രമല്ല കേട്ടോ, എല്ലാവരും റീലെടുക്കാറുണ്ട്. നിങ്ങളൊക്കെ കാണാറുമില്ലേ? എടുത്തു വെച്ച് പറയാൻ കാരണം എന്താ വെച്ചാൽ അത് കാരണം ഇനി ആരും ഹൈക്കോടതിയിലേക്ക് ഓടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്.
ഒരുപാട് സെലിബ്രിറ്റീസും ഒരുപാട് ആൾക്കാരും ഒക്കെ ഇവിടുന്ന് റീലെടുത്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കുള്ളൊരാഗ്രഹമായിരുന്നു ഒന്ന് റീലെടുക്കണം എന്നുള്ളത്. റോഡുമെന്നാട്ടോ, റോഡുമെന്നല്ല, നടപ്പന്തലിൽ നിന്നാന്ന് തോന്നുന്നു പറയാം, എനിക്കറിയില്ല. എന്തായാലും അവിടുന്ന് കുറച്ച് റീലൊക്കെ എടുത്തു കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പോകാൻ നോക്കുകയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ള അമ്പലക്കുളത്തിൻ്റെ ആ ഒരു കുള സൈഡിലുള്ള മീനുകളെ കണ്ടോ? എത്ര വലിയ മീനാ, എന്തോരം മീനാലേ. ഞാൻ ഇവിടെ ഇറങ്ങി കാല് കഴുകിയിട്ടൊന്നുമില്ലേ. ഇനി അതൊന്നും ആരും പറയാൻ നിൽക്കണ്ട, ഇങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റൂല, നമുക്ക് പുറത്തുനിന്ന് എടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതേ ഈ മീനിനെ കണ്ടപ്പോൾ ഒന്ന് എടുത്താൽ എത്ര ഇറങ്ങാനുണ്ടെന്നറിയോ. കാണുമ്പോൾ എന്തോ ഒരു സന്തോഷം. ഒരു കിളി കുറേ സമയമായി നോക്കുന്നു ഒരു മീനിനെ ഒറ്റാൻ, പക്ഷെ അതിന് പറ്റുന്നില്ല. ഇങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി കുറിയൊക്കെ തൊട്ടു. അനുഭവം ഞാൻ പറഞ്ഞല്ലോ. ഇനി ഉള്ളിൽ കണ്ണനെ കൊടുത്ത അനുഭവം നമുക്ക് കൊടുത്ത ആളോട് തന്നെ ചോദിച്ചു നോക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഒരു വട്ടം കറക്കിന നല്ല രീതിയിൽ. ആദ്യം പുറത്ത് പോയി പറയില്ല ലസിതപ്പോ ലസിതന്റെ ഉപ്പുമാവ് നാളെ തന്നെ മോളിപ്പോ പ്രഷറിൽ കുത്തിരിക്കാനോ ചെറിയൊരു ഇതൊക്കെ അയച്ചിട്ട് അതിന്റെ ഇടയിൽ കൂടി ഇനിയും കൂടി വന്നിട്ട് അമ്മച്ചീന്റെ ഉപ്പുമാവ് മാത്രമേ സത്യം പറയാട്ടോ. ഞാന് ട്രാവലറിൽ പോയതിനു ശേഷം എല്ലാ അമ്പലത്തിലും പോയാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ അമ്പലവും ഞാൻ പോയി. ഏത് ഇപ്പൊ പറഞ്ഞ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേ ഞാൻ പോയി. പക്ഷെ ഉള്ളിൽ കയറിയില്ല. ഇന്ന് അതിനുള്ളൊരു ഭാഗ്യം കിട്ടി. അതിന് കണ്ണ് വല്ലാണ്ടൊന്ന് വട്ടം കയറിപ്പിച്ചിട്ടോ. അവിടെ പോണം ഇവിടെ പോണം എന്നൊക്കെ പറഞ്ഞ അവസാനം എല്ലാം കൂടി ആത്ത് കയറുകൊണ്ട് ഒരാളുടെ പ്രസാദം വാങ്ങാൻ വരുന്നത്. ഞാൻ പറഞ്ഞു ആയി നമസ്കാരം എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാന് അവിടെ ചോദിച്ചപ്പോ ഓര് പറഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയിട്ട് ലെഫ്റ്റ് പോയിട്ട് അടുത്ത ലെഫ്റ്റിലേക്ക് അവിടെ ശ്രീകാര്യം ഉണ്ട്. അവിടെ പോയി ചോദിച്ചപ്പോ സത്യം പറയാലോ എനിക്ക് തോന്നുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, പൂവിട്ട് പൂജിക്കാന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേമാതിരി പൂജിക്കുന്നത്. എന്ത് നല്ല മനുഷ്യന്മാരാറിയോ, എന്ത് സ്നേഹം അറിയോ. എനിക്ക് തോന്നി കണ്ണനെ വന്നിട്ട് എത്ര ആളാ കണ്ടറിയോ, എത്രയോ ആൾക്കാരെ കണ്ട് കണ്ണനാണ്. ഓ എന്ത് രസം മോൻ വരച്ച. ഞാൻ പറഞ്ഞു ഞാൻ വരച്ചല്ല. കുറെ ആൾക്കാർ ഞാൻ വരച്ചാന്ന് വിചാരിച്ച് ചോദ്യം പോലും ഇല്ലാത്ത അങ്ങ് പോയി തൊട്ടിട്ട്. എത്ര ആൾക്കാരറിയോ ഫോട്ടോ ആണ് സംഭവം, ഒരു ഫോട്ടോ ഇപ്പോ വൃത്തി ചെയ്തതാണോ വൃത്തി ഇല്ലാണ്ട് ചെയ്തതാണോ ഒന്നും ആർക്കും അറിയില്ല. പക്ഷെ ആ ഒരു ഫോട്ടോയില് മറ്റുള്ളവർ കാണുന്നത് ദൈവത്തിനെയാണ്. കൈ തൊട്ടിലൊക്കെ വളർന്നിട്ട് ഓരോരുത്തരാക്കാം. ഞാൻ എന്നിട്ട് ആരും കയറാത്ത എല്ലാരും പുറത്തേക്ക് ക്യൂ നിൽക്കുക. എന്നോട് ഉള്ളിൽ കയറാൻ പറഞ്ഞു. അവിടെ ഇരുന്നോട്ടോ പേടിക്കണ്ട, ഞങ്ങൾ കൊടുക്കണേ ഞങ്ങൾ കൊടുക്കാം, അല്ലേ വേണ്ട മോൻ തന്നെ കൊടുത്തോ, മോൻ തന്നെ കൊടുത്തോ, അതാ നല്ലത്. അതാവുമ്പോ കുഴപ്പമില്ലല്ലോ എന്ന്. കാരണം അതാവുമ്പോ നമുക്ക് ഞാൻ തന്നെ കൊടുത്താൽ മതി എന്നുള്ള രീതിയിൽ ആടെ ഒരു ചേട്ടൻ പറഞ്ഞു. അങ്ങനെ ആടെ നിന്ന് 8:30 എങ്ങാനും സീവേലി കഴിയൂ. അത് കഴിഞ്ഞിട്ട് മോൻ തന്നെ നേരിട്ട് കൊടുത്തോ, അതാകുമ്പോ അതിൻ്റെതായ ഇത് ഉണ്ടാവില്ലോ എന്നൊക്കെ പറഞ്ഞ് ആളെ എത്തിച്ച് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഉള്ളിൽ കയറി ഒക്കെ കഴിഞ്ഞ് ഞാൻ എന്താക്കി കണ്ണനെ കെട്ടിപ്പിടിച്ച് നിൽക്കുക. അപ്പൊ ആടെ ചേച്ചി ആദ്യം ഈ ഗാർഡ് റൂമിലുള്ള ഒരു ചേച്ചീൻ്റെ അടുത്ത് പോയപ്പോ ആ ചേച്ചിയും പറഞ്ഞ് കൊടുത്തോന്ന് വെച്ചു. ഞാനില്ല അന്ന് അവിടെ കൊടുക്കല്ല പറഞ്ഞു. എല്ലാരും പ്രാർത്ഥിച്ച് പോവുക. ഞാനാച്ചാല് കണ്ണനെ കറക്റ്റ് കിടന്ന് നിൽക്കുന്നത്. അതായത് എന്താ അതിന് പറയാ, കുമാർ ബേക്കറി, അതിനെന്താ പറയാ, ആ പത്മനാഭന്റെ ആ ഒരു ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നു. ഞാൻ കണ്ടു നിന്നു. സത്യം പറയാച്ചാല് അത്രയും നേരം ഞാൻ ആ കണ്ണനെ കണ്ടു നിന്നു. ഒരു ജനലില് നമ്മുടെ തലഭാഗം കൈ ഇങ്ങനെ വെച്ചിട്ടുള്ള, അതിന്റെ തൊട്ടപ്പുറത്ത് വയറിന്റെ ഭാഗവും അതിന്റെ അപ്പുറത്ത് ആ കാൽഭാഗം, അതൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് ഞാൻ നിന്ന് കണ്ണൂർ വാങ്ങിട്ടോ. അപ്പൊ ദക്ഷിണ കൊടുക്കാൻ പറഞ്ഞു. സംഭവം എൻ്റെ അടുത്ത് 110 റുപ്യ ഉണ്ട്. പക്ഷെ ഞാൻ എന്താക്കി ഒരു ഫൗള് കാണിച്ചു. ആ 110 റുപ്യ അവിടെ ഒരു വട്ട ഉണ്ട്, അതിലങ്ങിട്ട്
അപ്പോൾ ഒരു കുഴപ്പമില്ല അവിടെ ഇട്ടിക്കല്ല അത് മതി എന്ന് പറഞ്ഞ് കണ്ണനെ നേരെ കൊണ്ടുപോയിട്ട് നേരെ കാലിൻ്റെ സൈഡിലാണ് വെച്ചത്. അവിടെ വരെ വെക്കുന്നവരെ ഇന്ന് വരെ ഞാൻ കരഞ്ഞിക്കില്ല. പക്ഷെ അത് അവിടെ നിന്ന് കൊണ്ടുപോയി അവിടെ എത്തുന്നവരെ ഞാൻ കരഞ്ഞു പോയിട്ടുള്ളൂ. അത്ര എന്താ പറയാ, അത്രയും സങ്കടമായി പോയി. അത്ര സ്നേഹത്തോടെയാണ് ഞാൻ കണ്ണനെ കൊടുത്തത്. സത്യം പറയാ എനിക്ക് വേറെ ഒന്നും പറയാല്ല, കാരണം അത്ര ഹാപ്പി ആയിപ്പോയി കണ്ണനെ കണ്ടത്. വല്ലാണ്ട് ഇഷ്ടമായി. അപ്പോൾ അവള് വേറെ ഏതോ ഒരു ടീമിനെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു അനുഭവം. സത്യം പറഞ്ഞാൽ വല്ലാണ്ട് ഫീലായി പോയിട്ടോ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി ആ ദൈവത്തിനെ കണ്ടതും കാര്യങ്ങളൊക്കെ വല്ലാണ്ട് ഹാപ്പി ആയിപ്പോയി. അപ്പോൾ എനിവേ ഞാൻ സുലാം പറയുന്നത് ഇതൊരു എക്സ്പീരിയൻസ് ആണെന്ന് ഞാൻ പറയുന്നില്ല. ഇതെനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു ഇത് തന്നെയാണിത്. കാരണം അത്രയും ഞാൻ കണ്ണനെ മിസ് ചെയ്തെന്ന്. ഞാൻ അത്രയും നേരം തുടച്ചതാക്കി കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് തുടച്ച് വൃത്തിയാക്കി ഇതാക്കി ആക്കി ഇങ്ങനെ കൊണ്ടുവരണം. നമ്മളെ മക്കളൊക്കെ നമ്മളെടുത്തുനിന്ന് പിരിയുമ്പോഴുള്ളൊരു സങ്കടമല്ലേ, ആ ഒരു സങ്കടമായിട്ടോ കണ്ണം പോകുമ്പോൾ. സത്യം ശരിക്കും കണ്ണിന്ന് വെള്ളം വന്നേ കണ്ണം പോകുമ്പോൾ. എന്താണെന്ന് എനിക്കറിയില്ല. ഇതിനു മുമ്പേ അങ്ങനെ തന്നെ ഏതോ ഒരു അമ്പലത്തിൽ കൊടുക്കുമ്പോഴും കണ്ണിന്ന് വെള്ളം വന്നിരിക്കുന്നുണ്ട് കണ്ണം പോകുമ്പോൾ. ആ ഒരു നമ്മൾ അത്ര സ്നേഹിച്ച് നമ്മൾ നെഞ്ഞോട് ചേർത്ത് വെച്ചിട്ട് പെട്ടെന്ന് പിരിയുന്നുള്ളൊരിതില്ലേ, ആ ഒരു ഇതിലായാലും കണ്ണൻ്റെ ആ ഒരു ഇത് പോക്ക്. പക്ഷെ കണ്ണം പോയിട്ട് നിന്നത് ആ അനന്തശയനത്തിൽ നിൽക്കുന്ന ആ ഒരു പത്മനാഭസ്വാമീൻ്റെ കാൽപാദത്തിൻ്റെ അടുത്ത് വന്ന് അവിടെ വെച്ച് അത് വരെ ഞാൻ കണ്ടു നിന്ന് എന്നിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ബൈ ബൈ ബൈ. അമ്മ തന്നെ എടുത്താൽ മതിയായിരുന്നു. വേണ്ടടാ, പൊടിഞ്ഞു പോയി. നൂൽപുട്ട്, ഇവിടെ ഇടിയപ്പം. പക്ഷേ ഈ കളർ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഞാൻ നോക്കിയതാ. എന്റെ പല്ലേടെ പോയി പൂവ് കൊണ്ടുപോയി. അപ്പോൾ സത്യം മാത്രമേ പറയൂ, കറക്റ്റ് പറഞ്ഞു. എല്ലാവരും ബസന്തി ലുക്ക് ഉണ്ട്. കൊള്ളൂലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ എന്നെ കാണാൻ ബസന്തി ലുക്ക് ഉണ്ട്. വെള്ളക്കടല അപ്പൊ പോയോ? ചിക്കൻ്റെ കാലിട്ട് തരട്ടെ. കറി വെച്ചോ. ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. രണ്ടിനും ടേസ്റ്റ് ഉണ്ട്. ഇഷ്ടല്ല പുള്ളിക്കറി ഇവിടെ ലാൻഡ് ചെയ്ത ഞാൻ നേരെ വരികട്ടോ. അങ്ങനെ അയ്യോ ചന്ദനം. അങ്ങനെ പത്മനാഭനെയൊക്കെ കണ്ടു, പത്മനാഭസ്വാമിയെ കണ്ട് ഫോട്ടോ ഒക്കെ സമർപ്പിച്ചു. തിരിച്ച് വീട്ടിലെത്തി, ഫുഡൊക്കെ കഴിച്ചു, ഫ്രഷപ്പായി ഒക്കെ കഴിഞ്ഞു. ഇനി ഒന്ന് കിടന്നുറങ്ങിയാൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇഷ്ടമായിക്കെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ്. അപ്പോൾ ബൈ പറയാണ്. വളരെ ടയേർഡാണ്, ഒരുപാട് ലേറ്റായി. അതുകൊണ്ട് ബൈ ഫ്രം ജസ്ന സലീം. ടാറ്റാ.